കച്ചവടക്കണ്ണുള്ള ഇന്നിന്റെ തത്വശാസ്ത്രം ലാഭം കൊയ്യാനുള്ള പുറപ്പാടിലാണ്. നഷ്ടങ്ങളുടെ കൂമ്പാരക്കുന്ന് കൂടുമ്പോഴും നേട്ടങ്ങൾക്കു വേണ്ടിയുള്ള കഴുകന്റെ കണ്ണുകൾ വട്ടം ചുറ്റുന്ന സാഹചര്യങ്ങളുടെ നടുവിലാണ് നാം. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയ ചൂതാട്ടത്തിന്റെയും രഹസ്യ അജണ്ടകളുടെ ചുവപ്പ് നാടയിൽ കുടുങ്ങി ജീവിതത്തിന്റെ നാൽക്കവലയിൽ നാം പകച്ചു നിൽക്കുമ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെടുക സ്വാഭാവികം. ലാസറിന്റെ മരണം വീണുകിട്ടിയ ഒരു ഭാഗ്യമാണ്. മരണം വേർപാടിന്റെ നൊമ്പരമല്ല, മറിച്ച് ആർഭാടവും ആദായകരവുമായ ഒരു ആഘോഷമാക്കി മാറ്റുന്ന അധമ സംസ്കാരത്തിന് മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒരു മരണവും കുറച്ച് നിലവിളികളും. എന്താ, എന്തുണ്ടായി? വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ. എങ്ങനെ കിതയ്ക്കാതിരിക്കും? ലാസർ അത്യാസന്ന നിലയിലാണ് പ്രഭു. നമ്മുടെ സന്നിധിരാ സംഘത്തെ അറിയിച്ചിരുന്നോ? അറിയിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയിച്ചിരുന്നു. എന്തേ മരണാസന്നനാകാനുള്ള കാരണം? അതിൽ അല്പം പ്രശ്നമുണ്ട്. പിന്നെ കുറച്ച് കുഴപ്പമുണ്ട്. അവന്റെ കുടുംബം മൊത്തത്തിൽ പ്രശ്നമാണ് പ്രഭു. സന്നിദ്രാ സംഘത്തോടും കൽപ്പനകളോടും തീരെ പുച്ഛവുമാണ്. എന്ത്? ഒരു യഹൂദനായ ലാസർ സന്നിധിരാ സംഘത്തിന്റെ അനുശാസനങ്ങൾക്ക് മറുതലിച്ച് നടക്കുന്നുവെന്നോ? അങ്ങനെ തീർത്തു പറഞ്ഞുകൂടാ. പാദവാരം നൽകുന്നുണ്ട്, മാസവരി നൽകുന്നുണ്ട്, സംഭാവനകൾ കൂടാതെ പാഴ്സനേജ് വാങ്ങാനും പണം തന്നു. അവന്റെ കോശസ്ഥിതി? ലാസറിന് കഷണ്ടിയാണ്. പക്ഷേ അവന്റെ 2 സഹോദരിമാർക്ക് മുട്ടോളമെത്തുന്ന തലമുടിയുണ്ട്. ക്ഷമിക്കണം പ്രഭു, ലാസറിന് നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്. നാട്ടിലെ പോലെ ഡോക്ടർമാരുടെ പണിമുടക്കോ പന്നിപ്പനിയോ മൂലമാണോ ഇങ്ങനെ ആയത്? വ്യക്തമായ വിവരം കിട്ടിയിട്ടില്ല പ്രഭു. എനിക്കൊരു ആശയം തോന്നുന്നു. ഇത്തിരി പഴയ ആശയമാണ്. ഒരു ഉപവാസ പ്രാർത്ഥന സംഘടിപ്പിച്ചാലോ? എന്നാൽ എനിക്കൊരു പുതിയ ആശയം തോന്നുന്നു. നല്ലതോ ചീത്തയോ നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രം തീരുമാനിക്കുക. പറയൂ. നല്ല തീരുമാനം കൈക്കൊള്ളാൻ ഉപകരിക്കുമെങ്കിൽ അത് കേൾക്കുക തന്നെ. പറയൂ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം. എന്നാൽ സിനഗോഗിൽ ഒരു ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കാം. അതാവുമ്പോൾ കുറെ കൊഴുത്ത അച്ചായന്മാരെ കേൾക്കാൻ കിട്ടുമല്ലോ. മതി. അദ്ദേഹത്തിന് പറയാനുള്ളത് കേട്ട ശേഷം നിങ്ങൾക്ക് പറയാം. താങ്കൾക്ക് പറയാം. നമ്മുടെ സന്നിധിയ സംഘത്തോടും തിരുമേനിമാരോടും പുച്ഛവും നമ്മുടെ വിശുദ്ധ ആചാരങ്ങളോടും നീരസവുമുള്ള ഒരു കുടുംബമാണ് ലാസറിന്റെ. അത് ആ നസ്രയത്തുകാരൻ യേശുവിന്റെയും അവന്റെ കുറെ ശിങ്കിടികളുടെയും കുത്തിത്തിരിപ്പ് കൊണ്ടാണ്. ഒന്നല്ല, 1000 ലാസർമാരെ ആവൃത്തിലാക്കിയിട്ടുണ്ട്. അല്ല, താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? യേശുവും ശിഷ്യന്മാരും ചില ജാലവിദ്യകൾ കാട്ടി അത്ഭുതങ്ങളും രോഗശാന്തിയും നടത്തി വരുന്നുണ്ട്. അവനെ കെണിയിലാക്കാൻ നമുക്ക് ലാസറിന്റെ രോഗം വെച്ചൊരു കളി കളിക്കാം. അപാര ബുദ്ധി തന്നെ. സമ്മതിച്ചിരിക്കുന്നു. പറയൂ, താങ്കൾ എന്താണ് അർത്ഥമാക്കുന്നത്? ലാസറിന്റെ രോഗവിവരം യേശുവിനെയും ശിഷ്യന്മാരെയും നാം ഉടൻ അറിയിക്കും. ഇവിടെ എവിടെയോ വന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എന്നാൽ അവര് പാഞ്ഞെത്തും. സഹോദരിമാർ 1 അല്ല 2 ലാസറിന്. ചിരി വരാതിരിക്കുമോ? താങ്കൾ സൂചിപ്പിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? യേശുവും കൂട്ടാളികളും കൂടെ കൂടെ ലാസറിന്റെ വീട്ടിൽ വരാറുണ്ടെന്നാണ് ജനസംസാരം. തീയില്ലാതെ പുകയുണ്ടാകുമോ? ലാസർ ഇല്ലാത്ത സമയത്തും വരുമായിരിക്കും. യേശു വന്ന് ലാസറിനെ സുഖപ്പെടുത്തിയാൽ എല്ലാം പൊളിയും. ഇന്ന് ശബത്താണ്. ഇന്ന് സുഖപ്പെടുത്തിയാൽ ഇതിന്റെ പേരിൽ നാം യേശുവിനെ പിടികൂടും. പഴിചാരും. ഇനി സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ലാസർ മരിക്കും. നമുക്കൊരു റീത്ത് വെക്കേണ്ടി വരും. ലാസർ മരിച്ചാൽ 1 അല്ല 4-5 റീത്ത് വെക്കേണ്ടി വരും. എങ്കിൽ യേശുവിനെയും ശിഷ്യന്മാരെയും കല്ലെറിഞ്ഞു കൊല്ലാൻ
ജനത്തെ നാം ഒരുക്കും. രണ്ടായാലും നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഒരു പിടിക്ക് രണ്ട് പക്ഷി. ആരവിടെ? അടിയങ്ങൾ കൽപ്പിച്ചാലും പ്രഭു. ലാസറിന്റെ രോഗവിവരം യേശുവിനെയും കൂട്ടരെയും അറിയിക്കാൻ നാം കൽപ്പിക്കുന്നു. ബഥാനിയിൽ വന്നാൽ ഉടനെ ആ വിവരം നമ്മെ അറിയിക്കണം. നമുക്കും ലാസറിനെ കാണാൻ താല്പര്യമുണ്ട്. ലാസറിന്റെ സഹോദരിമാർ മാർത്തയും മറിയയും സുന്ദരികളാണ്. എങ്കിൽ അവരെ ആശ്വസിപ്പിക്കാൻ എത്രയും പെട്ടെന്ന് നമ്മൾ അവിടെ ചെല്ലേണ്ടതാണ്. ചാനലുകളും മൊബൈൽ ക്യാമറകളും ഉണ്ടെന്നുള്ള കാര്യം മറക്കേണ്ട. ശ്രീമതി പറഞ്ഞ കാര്യം ഗൗരവമായി കാണണം. നാം കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചവളെ ആ നസറേത്തുകാരൻ ഊരിക്കൊണ്ടുപോയ കാര്യം മറക്കരുത്. എങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. യേശുവിന്റെ സ്നേഹിതനാം ലാസറിനെ കാണുവാൻ പോയിടുന്നു നമ്മളിതാ സാന്ത്വനമരുളുവാൻ. ലാസറിന്റെ സോദരിമാർ ദുഃഖിതരെന്നറിയുന്ന പീഡനത്തിൻ കാലമാണ്, ശ്രദ്ധ വേണമെപ്പോഴും. തന്നന്നാനെ താനേ നാനേ, തന്നന്നാനെ താനേ നാ, തന്നന്നാനെ താനേ നാനേ, തന്നന്നാനെ താനേ നാ, തന്നന്നാനെ താനേ നാനേ, തന്നന്നാനെ താനേ നാ, തന്നന്നാനെ താനേ നാനേ, തന്നന്നാനെ താനേ നാ. അയ്യോ പോയി. അയ്യോ, നിങ്ങൾ അറിഞ്ഞോ? ബെഥനിയിലെ ലാസർ മരിച്ചുപോയി. ഹലോ, എന്താ പ്രശ്നം? ആര് പോയെന്നാ പറയുന്നേ? ബെഥനിയിലെ ലാസർ. എന്തേ ആര് പോയെന്നാ പറയുന്നേ? ബെഥനിയിലെ ലാസർ മരിച്ചുപോയി. അയ്യോ കഷ്ടം. വെറും 33 വയസ്സല്ലേ ആയുള്ളൂ. ഒരു കല്യാണം പോലും കഴിച്ചു കാണാൻ ഭാഗ്യമുണ്ടായില്ല. കഷ്ടം. കരഞ്ഞാലും നിലവിളിച്ചാലും മരിച്ചത് മരിച്ചത് തന്നെ. ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഇതിലൂടെ അറിയിക്കുന്നത് എന്തെന്നാൽ സഹോദരൻ ലാസർ നിര്യാതനായി. ശവസംസ്കാരം വൈകുന്നേരം 3-ന്. ഇതൊരറിയിപ്പായി കണക്കാക്കേണ്ടതാണ്. ഇതിനുവേണ്ടി പ്രത്യേകം ഇമെയിൽ അയക്കുന്നതല്ല. സെക്രട്ടറിയുടെ വീക്ക്ലി അപ്ഡേറ്റിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ പോർട്ടൽ സന്ദർശിക്കുക. വിഷമവും കരച്ചിലുമൊക്കെ മതി. ആരവിടെ? അടിയൻ കൽപ്പിച്ചാലും. റീത്ത് സെൻഹിദ്രിയ സംഘത്തിന്റെ പേരിൽ വെക്കണം. സംസ്കാര ചടങ്ങുകൾ ഏറ്റെടുക്കണം. പിന്നെ എന്തെല്ലാം കൊഴുപ്പേകാൻ ഉപകരിക്കുമോ അതെല്ലാം ചെയ്യണം. ലാസർ മരിച്ച് നമുക്കൊന്ന് ആഘോഷിക്കണം. യേശുവിനെയും കൂട്ടരെയും പങ്കെടുക്കാൻ അനുവദിച്ചുകൂടാ. അതായത് നാം കുറെ കൂടെ ശ്രദ്ധിക്കണം എന്നർത്ഥം. ഒരു സഹതാപ തരംഗം തന്നെ സൃഷ്ടിക്കണം. മാർത്തയും മറിയയും എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണം. യേശുവിനെയും കൂട്ടരെയും അടുപ്പിക്കരുത്. എനിക്ക് തോന്നുന്നത് രോഗിയാണെന്നറിഞ്ഞിട്ടായിരിക്കും യേശു ലാസറിനെ കാണാൻ വരാഞ്ഞത്. എന്റെ വിചാരം കക്ഷിയുടെ ചാലവെത്തിയാൽ സുഖപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നിക്കാണില്ല. മിക്കവാറും മരിച്ചെന്നറിഞ്ഞാൽ ഓടിയെത്തുമായിരിക്കും. നാം കരുതലോടെ ഇരിക്കണം. വന്നാലും വന്നില്ലെങ്കിലും നമ്മുടെ പ്ലാൻ നടക്കണം. ഒരു വിലാപഗാനം ആലപിക്കൂ. ഗാനം ശോകമായിരിക്കണം. കേട്ടാൽ കേൾക്കുന്നവൻ കരയണം. നമ്മുടെ കണ്ണിലും കണ്ണുനീർ കാണാം. അങ്ങയുടെ ബുദ്ധി അപാരം തന്നെ. നേതാക്കളിൽ നേതാവ്, പുരോഹിതരിൽ വലിയ പുരോഹിതൻ. താങ്കളെ പൊന്നാട അണിയിച്ച് ആദരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങളും ആശംസകളും ഏറ്റുവാങ്ങേണ്ട സമയമല്ല. ഇപ്പോൾ ശവസംസ്കാരമാണ് പ്രധാന പ്രശ്നം. സോദരിമാരോ അനാഥരായി ലോകത്താൽ ലാസറിഞ്ഞ കാലം സ്നേഹിതരെല്ലാരും കൈയൊഴിഞ്ഞു. മാർത്ത മറിയ സഹോദരിമാർ
ഇനിമേൽ നമ്മുടെ സോദരിമാർ കരുതലുണ്ടാകണം കൂട്ടുകാരെ. കള്ളപ്രവാചകരുണ്ടിവിടെ തീയന്നം 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 തായോ തിന്താനം 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 താരോ. പ്രഭു, അതാ യേശു വരുന്നു. തൽക്കാലം മൗനം പാലിക്കുന്നതാണ് നല്ലത്. കർത്താവേ, ഞങ്ങളുടെ സഹോദരൻ മരിച്ചുപോയേ. കർത്താവേ, ലാസർ രോഗത്തിലായിട്ടും നീയൊന്നും വന്നില്ലല്ലോ. ജീവിച്ചിരുന്നപ്പോൾ ലാസർ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. മരിച്ചാൽ പോലും ഒന്നും വരാത്തത് കഷ്ടം തന്നെ. ചെപ്പടി വിദ്യ കാട്ടി മായാജാലം കാട്ടി എല്ലാ കാലവും എല്ലാവരെയും കബളിപ്പിക്കാൻ പറ്റില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ നന്ന്. സഹോദര, ഒരു നല്ല മനുഷ്യന്റെ മരണം കഴിഞ്ഞിട്ട് ഇന്ന് 4-ാം ദിവസമായി. ഇവിടെ ഒരു തർക്കം അവഹേളനത്തിന് തുല്യമാണ്. വാക്കും ഭാവവും കണ്ട ഇനി കരയാത്തതിന്റെ കുറവേ ഉള്ളൂ. അടിക്കടി തിന്നാനും കുടിക്കാനും സമയം കിട്ടിയിരുന്നു. മരിച്ചപ്പോ പോലും തിരികെ നോക്കാൻ പറ്റാത്തവരുടെ സ്നേഹം അപാരം തന്നെ. സൂക്ഷിച്ച് സംസാരിക്കണം. വാക്കുകൾ അതിരുവിടുന്നു. മരണവീടാണെന്ന് മറക്കരുത്. സഹിക്കുന്നതിനും പരിമിതിയുണ്ട്. തോമസേ, നീ ശാന്തനാകൂ. ഇത് മരണവീടാണെന്നുള്ള വിവരം നീയും മറക്കരുത്. അവർ ചിന്തിക്കുന്നതും പറയുന്നതും അവരുടെ മനോഭാവമാണ്. സന്നിദ്രിയാ സംഘത്തിന്റെ തലവനെന്ന നിലയിൽ ഒരു കാര്യം അറിയിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ലാസർ മരിച്ചു. ഇനി ആ വീട്ടിൽ 2 പെൺകുട്ടികൾ മാത്രമാണുള്ളത്. പാട്ടും പ്രാർത്ഥനയും ഉപദേശവും ശുശ്രൂഷയുമൊക്കെ ഇവിടെ നിർത്തുന്നതാണ് നല്ലത്. ആണുങ്ങളില്ലാത്ത വീട്ടിൽ അങ്ങനെ കയറിയിറങ്ങുന്നത് അത്ര നന്നല്ല. അയ്യോ, അങ്ങനെ പറയരുത് കർത്താവിനെ പറ്റി. അങ്ങനെ കർത്താവിനെ പറ്റി പറയുന്നത് ശരിയാണോ? ശരിയാണോ? മാർത്ത, മറിയമേ, നിങ്ങൾ ചെറുപ്പമാണ്. ശോഭനമായൊരു ഭാവി നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് നശിപ്പിക്കരുത്. മോശയുടെ നിയമം ഒരു യഹൂദ സ്ത്രീക്കോ പുരുഷനോ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ജനത്തിന്റെ കൈയിൽ കല്ലുകളുണ്ട്, അത് മറക്കണ്ട. അരുതേ 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 വെറുതെ മറക്കരുതേ. ദൈവത്തിന്റെ കൽപ്പനകൾ ഇന്നുമെന്നും മറക്കരുതേ. അരുതേ 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 വെറുതെ മറക്കരുതേ. ദൈവത്തിന്റെ കൽപ്പനകൾ ഇന്നുമെന്നും മറക്കരുതേ. നിങ്ങൾ നിയമം കാക്കുമെങ്കിൽ നിയമം നിങ്ങളെയും കാത്തുകൊള്ളും. നിങ്ങൾ നിയമം കാക്കുമെങ്കിൽ നിയമം നിങ്ങളെയും കാത്തുകൊള്ളും. തന്തന്ന തന്തന്ന തന്നാനെ തകതാന തന്തിന്ന തന്നാനെ തന്തന്ന തന്തന്ന തന്നാനെ തകതാന തന്തിന്ന തന്നാനെ.